ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ജിമ്മിൽ പോയില്ല കേട്ടോ. ജിമ്മിൽ പോയില്ലെന്ന് പറഞ്ഞാൽ എഡിറ്റൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇന്നലെ വീഡിയോയിൽ അവസാനം പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ എൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചു. ആ വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ മുൻപോട്ടേ ഞാൻ ഈ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഈ പൂരങ്ങൾക്കൊക്കെ പോകുന്ന സമയത്തുള്ള വീഡിയോസ് എൻ്റെ കയ്യിൽ പെൻഡ്രൈവിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 5 പെൻഡ്രൈവ് ഉണ്ട്. ഈ 5 പെൻഡ്രൈവിലും ഞാൻ ഈ പോയ യാത്രകളിൽ ചെറിയ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞ് നമുക്ക് വ്ളോഗ് ഇടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തീർന്നപ്പോൾ തന്നെ ഏകദേശം 1 മണി അടുപ്പിച്ചായി. പിന്നെ കിടന്ന് നല്ല രീതിക്ക് ഉറങ്ങിപ്പോയി. രാവിലെ അലാറം അടിച്ചിട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പം കുറച്ച് മുമ്പായി എഴുന്നേറ്റ് മണി ഇപ്പം 6:45 കഴിഞ്ഞ് 7 മണിയോട് അടുപ്പിച്ചായി. എനിക്ക് ഇന്ന് വർക്കുണ്ട്, വർക്കിന് പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. സുലൈം അമ്മയും അടുക്കളയിൽ എന്തൊക്കെയോ പരിപാടിയിലാണ്. എന്തിനാ രണ്ടുപേരും കൂടെ? ആശുപത്രിയിലെ ലാബിലാ? എന്തിനു സുലൈ കുക്കറില് എവിടെ കേട്ടാ? നമ്മളെ ലിമി ചോദിക്കുന്നുണ്ട് ഇതിന്റെ സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഒരു ദിവസം ഇതിന്റെ മാത്രം ഒരു വീഡിയോ ചെയ്തുകൂടാ സുലേ? ഓക്കെ, ഉറപ്പ് പറ. ഈ കുക്കർ അപ്പൊ നമ്മള് തീർച്ചയായിട്ടും സ്പെഷ്യൽ ചമ്മന്തിയിലെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ടൈം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് 8:30 പോണം. രാവിലെ എല്ലാരും പോകാനുള്ള തിരക്ക്. ഇപ്പൊ അടുത്ത ബസ്സിൽ പഠിക്കും. അപ്പൊ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് അപ്പൊ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. എന്തിനാണ് അപ്പൊ ഓക്കെ. അപ്പൊ ഇഡലിയും സ്പെഷ്യൽ ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിക്കാം. ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ടോട്ടെ. ഓക്കെ ഗൈസ്. ചായ വേണ്ട, കട്ട മതി. ഇന്നെന്ത് കളർ ഒരുമാതിരി. ഇതാണ് നല്ലത് കേട്ടാ. മറ്റേ ഒരുപാട് ഫോക്കസ് ഇല്ല. ഒരുപാട് ചുമന്നിരുന്നാലും ഫോക്കസ് ആവാത്തത്. ഫോക്കസ്. ഓക്കെ. അപ്പോൾ ഇഡലിയും സ്പെഷ്യൽ ചമ്മന്തിയും. നമ്മളെ സ്പെഷ്യൽ ചമ്മന്തി വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ടൈം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പോൾ രാവിലെ എനിക്ക് വർക്കിന് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് വേണ്ടി മാത്രം നമ്മൾ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ചമ്മന്തി അല്ല, തക്കാളി ചട്നിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് ഇത്. ഞാനതിനെ ഇങ്ങനെ പറയുന്നുള്ളൂ. തക്കാളി ചട്നിയാണ് സാധനം. യൂട്യൂബിലൊക്കെ ഇതിൻ്റെ റെസിപ്പി കിടപ്പുണ്ട്. എന്നാലും സുലയെ കൊണ്ട് ഒരു ദിവസം നമ്മൾ ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അതായത് വേണ്ട, നല്ലപോലെ മുക്കിയെടുത്തിട്ട് ഇഡലിയിലൂടെയാണ് കേട്ടാ കിടിലം. ഞാൻ കറങ്ങും. അപ്പൊ ഞാൻ തീർക്കട്ടെ. ചാവി എടുത്ത് വൈകിട്ട് പാപ്പ മറക്കല്ലേ മകനെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ സൈറ്റിലെത്തി കേട്ടാ. സംഭവം ഇന്ന് ഇവിടെ നനച്ചിട്ട് വേണം എനിക്ക് അടുത്ത സൈറ്റിൽ പോകാൻ. എനിക്ക് വേറെ സൈറ്റിലാണ് ജോലി.
അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സൈഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എനിക്ക് വാനത്തിൻ്റെ ചെറിയൊരു പണിയാണ് കേട്ടോ. ചെറിയൊരു പണിയല്ല, വീടിൻ്റെ വാനം ക്ലിയർ ചെയ്യാനാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് ഒരു അരലോട് പാറപ്പൊടി വണ്ടിയിൽ കയറ്റി വിട്ടണമായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കയറ്റി വിട്ടു. ഞാനിപ്പോൾ ഈ കുടിക്കുന്ന വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. എന്നിട്ട് എന്താണ് വർക്ക് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആ കാണുന്നതാണ് എൻ്റെ ഇന്നത്തെ വർക്ക് സൈറ്റ്. ഇതും നമ്മുടെ കോൺട്രാക്ടറുടെ വർക്ക് സൈറ്റ് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പുതിയൊരു സൈറ്റാണ്. പാറ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വാനം വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. ക്ലിയർ ചെയ്യാനായിട്ട് സംഭവം ഒരുപാട് വേരുകളുണ്ട്. വേരുകളെല്ലാം വെട്ടിക്കളയണം. പിന്നെ താഴ്ച ചില സ്ഥലങ്ങളിൽ പൊക്കമുള്ള സ്ഥലങ്ങളുണ്ട്. അത് കറക്റ്റ് ലെവലിന് വെട്ടിയെടുക്കണം. അതൊക്കെയാണ് വർക്ക്. കറങ്ങി ചില സ്ഥലങ്ങളിലൊക്കെ തേരിയായിട്ടൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അതായത് കണ്ട സ്റ്റെപ്പായിട്ട് വരുന്ന ഭാഗം മൊത്തം ക്ലിയർ ആക്കണം. ഇടയ്ക്ക് മാത്രമേ കല്ലുള്ളൂ, ബാക്കിയെല്ലാം മൺതറയാണ്. അതുകൊണ്ട് സ്മൂത്തായിട്ട് പണി ചെയ്യാൻ പറ്റുമായിരിക്കും. പണി ചെയ്ത് വരുമ്പോൾ അറിയാം. അപ്പോൾ എന്തായാലും ഞാൻ വർക്കിലോട്ട് കിടക്കുവാണ് കേട്ടോ. നമ്മൾ വെയിൽ കൂടുന്നതിന് മുമ്പ് വർക്ക് കൊടുക്കട്ടെ. അപ്പോൾ 10 മണിയായി കേട്ടോ. ഞാൻ കാപ്പി പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഈ നെടിയ വാനത്തിൻ്റെ പാതിയോളം കഴിഞ്ഞതേ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് മണ്ണ് ചെത്തി ഇറക്കാനും മണ്ണ് കോരിക്കളയാനും ഉണ്ട് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ വേരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇതുപോലെ വേര് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് താക്കാനുണ്ട്. എനിക്കിതാ ഈ ഇരിക്കുന്ന മടൽ കണ്ടോ, ഇതാണ് തോത് തന്നിരിക്കുന്നത്. അതിൻ്റെ കണക്കിന് വരണമെങ്കിൽ കുറേ കൂടെയൊക്കെ താരാനുണ്ട്. അതുപോലെ തന്നെ ഈ സെൻട്രലോട്ടൊക്കെ ഒരുപാടുണ്ട്. ഇന്ന് തീരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. വെട്ടി താക്കാനുണ്ട് കേട്ടോ മണ്ണ്. കട്ടിത്തറയിൽ കുഴപ്പമില്ല, വെട്ടി താക്കാൻ പറ്റുന്ന തറയൊക്കെ വെട്ടി താക്കണം. ഞാൻ കാപ്പി പിടിക്കാൻ പോണേ. ഓ മാരക വെയിൽ കേട്ടോ. കിളി പറന്ന്. സംഭവം എന്ന് വെച്ചാൽ നല്ലപോലെ മണ്ണിളക്കി മാറ്റാറുണ്ട് കേട്ടോ. ഒരുപാട് താരമുണ്ട്. എനിക്ക് തോത് തന്നു വെച്ച് നോക്കിയപ്പം എല്ലാ ഭാഗത്തുനിന്നും മണ്ണ് മാറാറുണ്ട്. കിളി പറന്ന് നല്ല വെയിൽ. ഉച്ചയായി. ഞാൻ ഇപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇനി ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള പണി. വെള്ളം ഉണ്ടാകുന്ന കുഴപ്പമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നെൻ്റെ ചോറ്റും പാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീൻകറി കുഴിയാളയാണ് കേട്ടോ. കുഴിയാള, പിന്നെ മീൻ തല, പൊരിച്ച മീനുണ്ട്. തല കുറച്ചുണ്ടല്ലോ. 3 തല പൊരിച്ചതും 2 മീൻ പൊരിച്ചതും. പിന്നെ അവിയൽ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. തോരൻ മാറ്റണ്ട. തോരൻ ചോറ്റും ഒരു തലയും കൂടെ ഉണ്ട് കേട്ടോ. 4 തല. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകണം. ആദ്യം കുറച്ച് മീൻ, കുറച്ച് അവിയൽ, കുറച്ച് പൊരിച്ച മീൻ. തല എടുക്കണ്ട, മുള്ളാണ്. എല്ലാം കൂടെ ഞവിടി. നല്ല വിശപ്പാണ്. ഞാൻ കഴിക്കാൻ പോവുകയാണേ. അപ്പം കഴിച്ച് തീർന്നിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. എന്തായാലും നല്ല വെയിലാണ്. നല്ലപോലെ മാണ്ട് കേട്ടോ. നല്ലപോലെ തളർന്നു പോയി. ഇനിയുണ്ട്, ഒരുപാടുണ്ട്. ഇന്ന് തീരത്തില്ല. ഒരുപാട് മണ്ണ് ഇളക്കാറുണ്ട്. എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പോൾ സമയം 2 മണിയായി. ഞാൻ എൻ്റെ വേലത്തുണി, അതായത് എൻ്റെ കൈലിയും രണ്ടാമതിരുന്ന ബനിയനും വിയർപ്പായിട്ട് മണ്ണ് പറ്റിയെല്ലാം തുളിയായിരുന്നു കേട്ടോ. പുറം മുഴുവൻ ഇരുന്നിട്ട് വല്ലാത്ത ഇറിറ്റേഷനായിരുന്നു. അതുകൊണ്ട് അത് കഴുകിയിട്ടിരുന്ന് അത് ഉണങ്ങി കേട്ടോ. ഇനി അതും എടുത്തിട്ട് വർക്കിനിറങ്ങാം. ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മൂക്കതടിച്ചിരിക്കണം. കൂടെ ആരെങ്കിലും ഒരാളും കൂടെ ജോലിക്കുണ്ടായിരുന്നെങ്കിൽ സംസാരിച്ച് പറഞ്ഞാൽ കഴിക്കായിരുന്നു. ഒറ്റയ്ക്കുള്ളതുകൊണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, അവിടെ വർക്ക് കഴിഞ്ഞായിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് കഴിഞ്ഞില്ലെങ്കിൽ നാളെയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാറലോട് വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി.
ഇപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ രാവിലെ വെള്ളം ഒഴിച്ച സൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി നനയ്ക്കണം. രാവിലെ വെള്ളം നനഞ്ഞ സൈറ്റാണ് കേട്ടോ. ഇവിടെ ഇനി വെള്ളം നനയ്ക്കാനുള്ള വെള്ളം നനച്ചിട്ട് ഇന്നത്തെ കൂലി വാങ്ങാൻ പോകണം. പിന്നെ വീട്ടിലോട്ട് പോകണം. വെള്ളം നനയ്ക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നേരെ കോൺട്രാക്ടറുടെ വീട്ടിൽ പോകണം. ശമ്പളം വാങ്ങണം, വീട്ടിൽ പോകണം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വീട്ടിൽ വന്നു. നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം വല്ലതും കഴിച്ചിട്ട്. അതുകൊണ്ട് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.